നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തുടർച്ചയായിട്ട് 10 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ജയിക്കുക. ഉനായി എമറിയുടെ കീഴിൽ ആസ്റ്റൺ വില്ല കാണിക്കുന്നത് വിസ്മയ പ്രകടനമാണെങ്കിൽ അതിൻ്റെ പുറകിലൊരു കരുത്തനുണ്ട്. മറ്റാരുമല്ല, ഈ എമി മാർട്ടിനസ്. ആസ്റ്റൺ വില്ല ഇപ്പോൾ 3-ാം സ്ഥാനത്ത് പ്രീമിയർ ലീഗിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരിൽ ഒരാൾ തീർച്ചയായിട്ടും എമി മാർട്ടിനസാണ്. ഈ സമ്മറിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹത്തിന് ക്ലബ്ബ് മാറാൻ വലിയ താല്പര്യം, മാറാൻ വേണ്ടി കാത്തിരുന്നു, നടന്നില്ല. അതിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അതേ താരം ഇപ്പോൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ താനാണെന്ന് വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച 5 ഗോൾ കീപ്പർമാരെ എടുത്താൽ 5-ാമത് ഡേവിഡ് റയ, 4-ാമത് റോബിയൻ റോഫ്സ്, 3-ാമത് ആലീസൺ ബെക്കർ, 2-ാമത് ജിയാൻലുഗി ഡൊണാറുമ, 1-ാമത് എമി മാർട്ടിനസ് എന്നാണ് കണക്ക് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ പിൻബലവുമുണ്ട്. ഹൈയസ്റ്റ് സേവ് റേറ്റ് നോക്കുക. പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ എമിലിയാനോ മാർട്ടിനസിൻ്റെ സേവ് റേറ്റ് 78.6%. അദ്ദേഹമാണ് 1-ാമത്. റോബിൻ റോയ്സ് 76.1% സേവ് റേറ്റുമായിട്ട് 2-ാമതും. നിക് പോപ്പ് 75% സേവ് റേറ്റുമായിട്ട് 3-ാമതും. ജെയിംസ് ട്രഫോർഡ് 73.3% സേവ് റേറ്റുമായിട്ട് 4-ാമതും. ഡീൻ ആൻഡേഴ്സണും ഡേവിഡ് റൈയും 72.2% സേവ് റേറ്റുമായിട്ട് 5-ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. വിസ്മയ പ്രകടനം എമി മാർട്ടിനസ് നടത്തുമ്പോൾ ഇന്നലെയും ഉണ്ടായിരുന്നല്ലോ കിടിലൻ പ്രകടനം. സെസ്കോയുടെ ഷോട്ടൊക്കെ തടഞ്ഞത് എത്ര മനോഹരമായിട്ടായിരുന്നു. ഇന്നലെ ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 17 കളികളിൽ നിന്ന് 36 പോയിൻറ്റോടെ പ്രീമിയർ ലീഗിൽ 3-ാം സ്ഥാനത്താണ്. ഒരുപക്ഷേ ഈ സീസണിൽ അവർ ഇനിയും മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങിക്കഴിഞ്ഞു. മാഞ്ചസ്റ്റർ സിറ്റി അവരെക്കാൾ ഒരേ ഒരു പോയിൻ്റ് മാത്രം മുന്നിലായിട്ടാണ് 2-ാമത് നിൽക്കുന്നത്. സിറ്റിക്ക് 37 പോയിൻ്റ്. ആഴ്സണലോ അവരെക്കാൾ 3 പോയിൻ്റ് മാത്രം മുന്നിലാണ്. 39 പോയിൻ്റോടെ ആഴ്സണൽ 1-ാമത്. സോ ഇത്തവണ ആസ്റ്റൺ വില്ല ഉനായി എമറിക്ക് കീഴിൽ മിന്നും പ്രകടനം നടത്തുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ട് എമി മാർട്ടിനസ് അവിടെയുണ്ട്. കഴിഞ്ഞ സമ്മറിൽ കളിയാക്കിയവർ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.